എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാർ നടത്തുന്ന സമരം ഇന്ന് 13ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ 13 ദിവസമായി തന്നെ ഇവർ വലിയ രീതിയിലുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധ സമരങ്ങൾ തന്നെയാണ് സംഘടിപ്പിക്കുന്നത്. കൂടാതെ തന്നെ ഈ മഹാസംഗമത്തിന് ശേഷം പ്രതിപക്ഷ പാർട്ടികളടക്കം തന്നെ പിന്തുണയുമായി രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ സർക്കാർ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ ഈ സമരവുമായി മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് ആശാ വർക്കർമാർ അടക്കമുള്ളത്. ഈ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയല്ല ഞങ്ങൾ ആവശ്യപ്പെട്ട കാര്യങ്ങളെല്ലാം നേടിയതിന് ശേഷം മാത്രമേ ഞങ്ങൾ പിറകോട്ടുള്ളൂ. അതുവരെ ഞങ്ങളിവിടെ സമരം കിടക്കും. ഞങ്ങൾ കൂടുതലൊന്നും ചോദിച്ചില്ല. ഞങ്ങൾക്ക് 62 വയസ്സാകുമ്പോൾ പിരിച്ചുവിടുമെന്ന് പറഞ്ഞു. അപ്പോഴും ഞങ്ങൾക്ക് 5 ലക്ഷം രൂപ വയസ്സായി. ഞങ്ങൾക്ക് വയസ്സായ കാലത്ത് ഞങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് വെള്ളം കുടിക്കണ്ടേ? അപ്പോൾ അതിന് വേണം ഞങ്ങൾക്ക് ശമ്പളം കൂട്ടിത്തരണം. ഇത് രണ്ടും ഞങ്ങൾക്ക് ചെയ്തു തന്നേ പറ്റുള്ളൂ. അതുവരെ ഇത് കിട്ടുന്നത് വരെ ഞങ്ങളിവിടെ സമരം കിടക്കും. ഞങ്ങൾ ആരെ നിർബന്ധത്തിനോ ആരെ പിന്തുണയിലോ അല്ല വന്നത്. ഞങ്ങളുടെ സ്വന്തം ഇഷ്ടം, സ്വന്തം അവകാശം, ഞങ്ങൾ കഷ്ടപ്പെട്ട അവകാശം ചോദിക്കാനാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾക്കത് കിട്ടിയേ പറ്റൂ, മാറില്ല. കഴിഞ്ഞ ദിവസം രണ്ട് മാസത്തെ ഈ ക്ഷേമ പെൻഷൻ കുടിശ്ശിക നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് 2 മാസത്തെ കുടിശ്ശിക കിട്ടും. 1 മാസത്തെ നമ്മുടെ ഓണറേറിയവും ഇൻസെന്റീവാണ് നമുക്ക് തന്നിട്ടില്ല. വെറും 1 മാസത്തോ 7000 രൂപയിൽ 1 രൂപ കൂട്ടി തന്നിട്ടില്ല. വേണമെങ്കിൽ ഞങ്ങളുടെ മൊബൈലുകൾ നോക്കാം. ഞങ്ങൾ 17 വർഷമായി കയറി. ഞങ്ങളുടെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം മുഴുവൻ ആരോഗ്യവകുപ്പിന് വേണ്ടി ചെലവാക്കി അസുഖബാധിതരായി. അപ്പം ഞങ്ങൾ വെറും കൈയോടെ എന്തായിരുന്നാലും പോകാൻ തയ്യാറില്ല. ഞങ്ങൾ പിരിയുമ്പോഴത്തേക്ക് ഞങ്ങൾ വലിയ തുകയൊന്നും കേൾക്കുന്നില്ലല്ലോ. 5 ലക്ഷം രൂപ നമുക്ക് ആനുകൂല്യം, വിരമിക്ക് ആനുകൂല്യം തരാൻ മാത്രമാണ് ഞങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ, ഞങ്ങൾ ഡ്യൂട്ടി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ പോലും ഞങ്ങൾ ഒരു OP ടിക്കറ്റ് എടുക്കണമെങ്കിൽ പോലും അതിനും ഞങ്ങൾ 5 രൂപ ഞങ്ങൾ കൊടുക്കേണ്ടി വരും. ഞങ്ങൾ ഇത്രയും ആരോഗ്യവകുപ്പിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ എല്ലാം നമുക്ക് ഭയങ്കര വിഷമമാണ്. എല്ലാത്തിനും ഇല്ല. അവരൊരു പാർട്ടി പരിപാടി, എവിടെ പാർട്ടി പരിപാടിയിൽ അവരുടെ ആരോഗ്യവകുപ്പിൽ എന്ത് മുഖ്യമന്ത്രിയും ആരോഗ്യവകുപ്പ് മന്ത്രി എന്ത് പരിപാടി വെച്ചാലും അപ്പോഴും വിളിക്കും. ആശാ വർക്കർമാർ മുൻപേ എത്തിയിരിക്കണം. വരാത്തവരെ ലിസ്റ്റ്, ഇവിടെ എത്താത്തവരെ ലിസ്റ്റ് ഞങ്ങൾക്ക് തരണം, പേര്. അതിനെല്ലാം ഞങ്ങൾ കടം വാങ്ങിയാണ് ഞങ്ങൾ പോകുന്നത്. കടം വാങ്ങി ഞങ്ങൾ അവിടെ ചെന്ന് പങ്കെടുക്കും കേട്ടോ. ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ജയിക്കുമല്ലോ. ഞങ്ങൾ രണ്ടാമതും ജയിപ്പിച്ചു വിട്ടെന്തോന്നറിയാം. ഞങ്ങളുടെ ഈ ആശാമാരുടെ അവകാശങ്ങൾ ഞങ്ങൾക്ക് തരും, ചോദിക്കാതെ തരും എന്നും പറഞ്ഞാൽ ഞങ്ങൾ ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരാണ്. ഇവിടെ ഞങ്ങൾക്ക് പാർട്ടി ഇല്ല. ഞങ്ങൾക്ക് ഇവിടെ ഒരു പാർട്ടി, ഞങ്ങൾ ഈ ഇരിക്കുന്ന 3000 ആശാമാർക്കും പാർട്ടി അവരവരുടെ ഇഷ്ടം പാർട്ടി. ഞങ്ങൾ പാർട്ടി പറഞ്ഞല്ല ആശാ വർക്കേഴ്സ് എന്നും പറഞ്ഞ് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. ഞങ്ങൾക്ക് പുറത്തുനിന്ന് ഒരു പാർട്ടികളുടെ ഒരു സമ്മർദ്ദമോ ഒരു സഹായം എന്ന് പറഞ്ഞാൽ അവർ വന്ന് ഞങ്ങൾക്ക് പിന്തുണയ്ക്കുന്നെന്നുള്ളതല്ലാതെ ഞങ്ങൾ അവരുടെ പ്രേരണയിലല്ല ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ അവകാശം ചോദിക്കാനാണ്, ഞങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് ഞങ്ങളുടെ അവകാശം ചോദിക്കാനാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ ജോലി ചെയ്യണ കാശ്, വെയിലും മഴയും കൊള്ളുന്ന കാശ് ഞങ്ങൾക്ക് തന്നേ പറ്റൂ. ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട. ഞങ്ങൾ 2 ഡിമാൻഡുകൾ വെച്ചിട്ടുണ്ട്. ആ ഡിമാൻഡ് ഞങ്ങൾക്ക് സാധിച്ച് തന്നേ പറ്റുള്ളൂ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ആരോഗ്യമന്ത്രി, ഇത് ഞങ്ങൾക്ക് പറയാം.